ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് നമ്മുടെ മനസ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ മനസ്സും ശരീരവുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ട്. നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധ സംവിധാനം, ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉള്ളതറിയാമല്ലോ. നമുക്ക് WBC ഉണ്ട്, അതായത് ശ്വേതരക്താണുക്കൾ. എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസോ രോഗാണുക്കളോ ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയാണെങ്കിൽ തടയുന്നത് ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അതുപോലെ നമ്മുടെ മനസ്സിനും ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, ഒരു പ്രതിരോധ സംവിധാനമുണ്ട്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ രോഗാണുക്കൾ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെസ് ആയിരിക്കും. എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ചില തിങ്കിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, ചില ചിന്തകൾ നമുക്ക് എപ്പോഴും അങ്ങനെ ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് തന്നെ കുറച്ച് സിസ്റ്റംസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈഗോ ഡിഫൻസ് മെക്കാനിസം ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം നമുക്ക്. ഒന്നാമതായിട്ട് ഉള്ള ഒരു സംഭവമാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയും. ഡിസ്പ്ലേസ്മെൻറ്റ് ശരിക്കും നമ്മൾ മലയാളത്തിൽ പറയും അങ്ങാടി തോറ്റതിന് അമ്മയോട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ, ചിലപ്പോൾ ഓഫീസിൽ നിന്നൊക്കെ നമുക്ക് സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പുറത്ത് മറ്റ് ഫ്രണ്ട്സുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടൊക്കെ വീട്ടിൽ വരും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ? എവിടെന്നെങ്കിലും കിട്ടിയ വഴക്കും ആ സ്ട്രെസ്സും എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? വീട്ടിൽ വന്നു കഴിയുമ്പം ഹസ്ബൻഡിൻ്റെ അടുത്തോ വൈഫിൻ്റെ അടുത്തോ ഒക്കെ അത് തീർക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ലെസ് ത്രട്ടണിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് അത് മാറും. ചില പിള്ളേരൊക്കെ ആണെങ്കിൽ പിന്നെ അച്ഛനോ അമ്മയോ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? കഥകൊക്കെ വലിച്ചടയ്ക്കും, അല്ലെങ്കിൽ ഇരിക്കുന്ന കസേര തള്ളി മറിച്ചിട്ടിട്ട് എണീറ്റ് പോകും. അപ്പോൾ ഈ കസേരയോ കഥകോ എന്നൊക്കെ പറയുന്നത് അവർക്ക് തിരിച്ച് അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാത്ത സാധനങ്ങളാണ്. അപ്പോൾ ഈ ലെസ് ത്രട്ടണിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ സ്ട്രെസ്സിനെ, നമ്മുടെ ടെൻഷനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഒരു ഈഗോ ഡിഫൻസ് മെക്കാനിസമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അങ്ങാടി തോറ്റതിന് അമ്മയോട്. അതാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരെണ്ണം ഉണ്ട് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് നമ്മൾ വേറൊരാളുടെ പുറത്തോട്ട് ചാരി വെക്കുന്നൊരു പരിപാടി. ഇപ്പോൾ എന്തെങ്കിലും ഞാൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി ഞാൻ എടുക്കാൻ വിട്ടുപോയി, അപ്പോൾ നമ്മൾ എന്താ പെട്ടെന്ന് പറയുന്നത്? അയ്യോ, എന്നെ ആരും അതൊന്നും ഓർമ്മിപ്പിച്ചില്ല, ആരും എന്നെ അത് എടുക്കണമെന്നൊന്നും ഓർമ്മിപ്പിച്ചില്ല, ഞാൻ പേഴ്സ് എടുക്കാനായിരിക്കും ചിലപ്പോൾ മറന്നത്. ഇപ്പോൾ വഴിക്കെത്തുമ്പോഴായിരിക്കും പറയുന്നത് ആരും എന്നെ അതൊന്നും ഓർമ്മിപ്പിച്ചില്ലല്ലോ, അതെടുക്കണമെന്ന്. സ്ഥിരം മറ്റൊരു സംഗതി കൂടെ നമ്മൾ ചെയ്യും കേട്ടോ. നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും വെച്ചിട്ട് ആരോടെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും കറി കരിഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യുന്നത്? അവർ വന്നിട്ടാണ് കറി കരിഞ്ഞത്, അല്ലെങ്കിൽ വേറെ ആരും അടുക്കളയിലൊന്നും ശ്രദ്ധിച്ചില്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ ആ ഒരു പ്രോബ്ലത്തിനെ, നമ്മൾ ചെയ്ത ഒരു സംഗതിയെ നമുക്ക് ടെൻഷൻ ഉണ്ടാകാതെ, അത് നമ്മളുടെ ഒരു പോരായ്മയായിട്ട് കണക്കാക്കാതെ മറ്റാരുടെയെങ്കിലും ഒരു പ്രശ്നമാക്കി നമ്മളതിനെ മാറ്റും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നൊരു പേരാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓഫീസിൽ ലേറ്റായിട്ട് വന്നാൽ നമ്മൾ ആദ്യം പറയുന്നത് എന്താ? ബസ് കറക്റ്റ് സമയത്ത് വന്നില്ല, ബസ് ലേറ്റായി, അല്ലെങ്കിൽ രാവിലെ പിള്ളേർ കുറച്ച് പ്രശ്നമായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നത്തിനെ, നമ്മുടെ ഒരു വീക്ക്നെസ്സിനെ നമ്മൾ മറ്റൊരാളിലേക്ക് ആരോപിക്കുന്ന ഒരു സംഗതിയാണ് പ്രൊജക്ഷൻ. ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്നൊരു കലാപരിപാടിയായിരിക്കും. പിന്നെ വേറൊരു സംഗതിയുണ്ട്, ഡിനൈങ് എന്ന് പറയും. ഡിനൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. ആ റിയാലിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും? ഈ ഒരു റിയാലിറ്റിയെ നമ്മൾ ഉൾക്കൊള്ളാതിരിക്കും. ഇപ്പോൾ ഒരു ക്യാൻസറൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു HIV ഡിറ്റക്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ഇതൊരു പ്രശ്നമുണ്ട്, HIV പോസിറ്റീവാണ് എന്നൊക്കെ പറയുമ്പോഴത്തേനും പെട്ടെന്നൊരു ആ ഒരു ക്ലയൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാബിന് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇത് തെറ്റാണ്, ഈ ഒരു റിസൾട്ട് തെറ്റാണ്, ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ല. ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ പറയും, അയ്യോ ഞാനാണെങ്കിൽ ഡയറ്റൊക്കെ വളരെ നോക്കുന്ന ഒരാളാണ്, ഇങ്ങനെ ഒന്നും എൻ്റെ ഫാമിലിയിൽ ആർക്കും ഇല്ല, ഇങ്ങനെ ഒരിക്കലും വരത്തില്ല, അത് ടെസ്റ്റ് ചെയ്തതിൻ്റെ എന്തോ ഒരു മിസ്റ്റേക്കാണെന്ന് പറയും. ഇപ്പോൾ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുക വലിച്ചു കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഇതിനെന്തെങ്കിലും സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ഇതുവരെ അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അല്ല, ആൽക്കഹോളിസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അവർക്ക് അതിൻ്റെ ആ ഒരു ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു റിയാലിറ്റിയെ ഉൾക്കൊള്ളാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അതിനെ ഇവർ ഡിനൈ ചെയ്യും. ആ ഒരു റിയാലിറ്റിയെ ഇവർ ഉൾക്കൊള്ളാൻ തയ്യാറാകത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല, റെഫ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഡിനൈങ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു സംഗതിയുണ്ട്, അതാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയും. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു വ്യക്തിയെടുത്ത് തോന്നുന്ന ഇമോഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ഷൻ ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ ശരിക്കും നമുക്ക് ഒരാളോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
അയാൾ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ സിബ്ലിങ്സ് ഒക്കെ ആണെങ്കിൽ, ഒരു സഹോദരനും സഹോദരിയൊക്കെ ആണെങ്കിൽ എപ്പോഴും അടിയായിരിക്കും. ആക്ച്വലി അവരുടെ മൈൻഡ് എന്താണ്, രണ്ടുപേരും പരസ്പരം കെയർ ചെയ്യുന്നുണ്ടായിരിക്കും, ലവ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ എന്താണ്, അവർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ഷൻ ആയിരിക്കും കാണുന്നത്. അടി കൂടുക, ഇടി കൂടുക, പിച്ചുക, നുള്ളുക, മാന്തുക, ഇതൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഏറ്റവും സ്നേഹമുള്ള ആളോട് ആ സ്നേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയും. പിന്നീട് വേറൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗ്രഷൻ എന്ന് പറയും. റിഗ്രഷൻ എന്ന് പറയുന്നത് ചില സിറ്റുവേഷൻസിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അമിതമായ സ്ട്രെസ് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഒരു സ്റ്റേജിൽ കയറി എന്തെങ്കിലും സംസാരിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേന് അതൊരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അവർക്ക്. അപ്പോൾ ഇവർ സ്റ്റേജിൽ പെട്ടെന്ന് മൈക്കെടുത്ത് കൈ കൊടുക്കുകയാണെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത്, ഇവർ ചിലപ്പം ഇങ്ങനെ ചെറിയ ചെറിയ സൗണ്ടുകളായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർക്ക് ശരിക്കും വാക്കുകൾ വരത്തില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, കുഞ്ഞു മക്കളുണ്ടല്ലോ, കുഞ്ഞു വാവന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് എന്താ ചെയ്യുന്നത്, കുറച്ച് സൗണ്ടൊക്കെ അല്ലേ വരുന്നത് അവരുടെ വായിൽ നിന്ന്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സൗണ്ടുകളായിരിക്കും വരുന്നത്. അപ്പോൾ ഈ സൗണ്ടൊക്കെ ആയിരിക്കും ഇവർക്ക് എന്തെങ്കിലും സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാകുമ്പം വരുന്നത്. അതായത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏർലിയർ സ്റ്റേജസ് ഓഫ് ലൈഫിൻ്റെ ബിഹേവിയർ കാണിക്കും. ഓക്കെ, ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവർ ഗിഗിൾ ചെയ്യാൻ തുടങ്ങും, ചിരിക്കും. ഇങ്ങനെ ഇങ്ങനെയല്ല എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങും, കൊച്ചു കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് പോലെ. അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ടെൻഷനോ ആങ്സൈറ്റിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഏർലിയർ സ്റ്റേജ് ഓഫ് ലൈഫിൽ നമ്മൾ എങ്ങനെയായിരുന്നോ ആ സ്വഭാവങ്ങൾ കാണിക്കാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ പോട്ടെ, നമ്മൾ പെട്ടെന്നൊരു ആങ്സൈറ്റി ഉണ്ടാകുന്നു, ടെൻഷൻ ഉണ്ടാകുന്നു, നമ്മൾ ഒരു വിഷമകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഓടിപ്പോയി ബെഡിൽ കിടന്നിട്ട് ഇങ്ങനെ വിശാലമായിട്ട് നിവർന്നാണോ കിടക്കുന്നത്? അല്ല, നമ്മൾ ചുരുണ്ടുകൂടി എത്രത്തോളം ചുരുളാമോ അത്രത്തോളം ചുരുണ്ടുകൂടിയായിരിക്കും നമുക്ക് കംഫർട്ടബിളായിട്ട് കിടക്കുന്ന ഒരു വിഷമാവസ്ഥയോ ഒരു ടെൻഷനോ ഒക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ അമ്മയുടെ യൂട്രസിൽ എങ്ങനെയാണോ കിടന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ ആ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. അതായിരിക്കും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എൻ്റെ ശിവ വന്നിട്ടുണ്ട് കേട്ടോ. ശിവയുടെ കൂടെ ഉള്ള ടൈമാണ് ഇന്നത്തെ ദിവസം എനിക്ക്. അപ്പോൾ കുറച്ച് സമയമൊക്കെ ഞാൻ ഈ ഒരു ഗ്യാപ്പിലാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ വരും വീഡിയോയുടെ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയമല്ലേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏർലിയർ സ്റ്റേജസ് ഓഫ് ലൈഫ്, നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തിരുന്ന നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസ് ഈ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ വേറൊരു പേര് വരുന്നുണ്ട്, റിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഈവൻറ്റ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ചില ചിന്തകളൊക്കെ ഉണ്ടാകും, നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ചില സംഗതികളൊക്കെ ഉണ്ടാകും. അത് നമ്മുടെ ഓർമ്മയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും, നമ്മുടെ ബോധ മനസ്സിലേക്ക് വെക്കാതെ മാറ്റിക്കളയും. അപ്പോൾ ഈ ഒരു ചിന്ത അതൊരു ഡിഫൻസ് മെക്കാനിസമാണ്. നമ്മുടെ മനസ്സ് ചെയ്യുന്നൊരു പ്രതിരോധ മാർഗ്ഗമാണ്. അത് നമ്മുടെ ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഒന്നും നടക്കില്ല, നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും അതിനെ എന്ത് ചെയ്യും, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കൊണ്ടുവന്ന് വെക്കും, അവിടെ സേവ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് റിപ്രഷൻ. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ചൈൽഡ്ഹുഡിലൊക്കെ, ഒരു ഏർലിയർ ചൈൽഡ്ഹുഡിലൊക്കെ എന്തെങ്കിലും ഒരു പിന്നെ റേപ്പ് വിക്ടിമായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഈ ചിന്തകളെ അവരുടെ അടുത്ത ഡെവലപ്മെൻറ്റ്സിനെ ബാധിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതിനെ എടുത്തങ്ങ് അവരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കൊണ്ടിടും. അവരിതിനെപ്പറ്റി ഓർക്കേ ഇല്ല, ഇങ്ങനൊരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പോലും അവർ ഓർക്കില്ല. പക്ഷെ അത് മെമ്മറിയിൽ വരും. എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സിറ്റുവേഷൻസ് അവർ ഒബ്സർവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില ന്യൂസൊക്കെ കാണുമ്പോഴത്തേനും അവരായിരിക്കും ഈ ചൈൽഡ്ഹുഡ് റേപ്പിൻ്റെയൊക്കെ ന്യൂസ് കാണുമ്പോഴൊക്കെ എനിക്കും ചൈൽഡ്ഹുഡിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്താണ്, എപ്പോഴും അവരുടെ കോൺഷ്യസ്നെസ്സിൽ വരുന്നില്ല. അതല്ലെങ്കിൽ തന്നെ കുറേ കാലത്തിന് ശേഷം ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായപ്പോഴായിരിക്കും അത് അവരുടെ ഓർമ്മയിലേക്ക് വന്നത്. അത് ആ ഒരു സമയമാകുമ്പോഴത്തേനും അതൊരു ലെസ് ത്രെട്ടനിങ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സംഗതിയാണ് സബ്ലിമേഷൻ എന്ന് പറയും. സബ്ലിമേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചില കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഒത്തിരി ഇൻവോൾവ് ആവാൻ പറ്റത്തില്ല. ഇപ്പോൾ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടോ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കൈ വയ്യ, കാൽ വയ്യ എന്നുണ്ടെങ്കിൽ അവർക്ക് സ്പോർട്സിലോ ആക്ടിവിറ്റീസിലോ ഒന്നും ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവരുടെ ആ ഒരു എനർജിയെ ഇവർ ഡൈവേർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ അക്കാഡമിക്സിലേക്കായിരിക്കും. അവർ നന്നായിട്ട് പഠിക്കും,
അപ്പോൾ അത് കൂടാതെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസിൽ, ഫൈൻ ആർട്സിൽ, അങ്ങനെയുള്ള പെയിൻറ്റിങ്ങിൽ അങ്ങനെയൊക്കെ അവർ ശോഭിക്കും. ചിലപ്പോൾ പാട്ട് പാടാൻ അവർ കൂടുതൽ കഴിവ് അല്ലെങ്കിൽ കൂടുതൽ എഫേർട്ട് ഇടും. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു മേഖലയിലേക്ക് ആ എനർജിയെ ഡൈവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ പറയും സബ്ലിമേഷൻ എന്ന്. അപ്പോൾ ഇത് മറ്റൊരു രീതിയിൽ ഫാമിലി ലൈഫിനെയൊക്കെ ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആകാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ ആ ഒരു പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ ആ ഒരു ചിന്തകളെ അവർ ഡൈവേർട്ട് ചെയ്യുന്നത്, അവരുടെ അൺകോൺഷ്യസ് മൈൻഡാണ് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ മറ്റുള്ളവരുടെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് കണ്ടെത്തുന്നതിന് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കും. ഇപ്പം സെക്ഷൽ ലൈഫിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർ ഈ ഒരു കാര്യത്തിൽ മറ്റു വ്യക്തികൾ അല്ലെങ്കിൽ മറ്റൊരു ഫാമിലിയുടെ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ്, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പൊക്കെ കണ്ടെത്തുന്നതിനും അത് മറ്റുള്ളവരോട് പറയുന്നതിനുമൊക്കെ ഇവർ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസം. ഇനി അടുത്തൊരെണ്ണം പറയാനുള്ളത് ഇൻ്റലക്ച്വലൈസേഷനാണ്. ഇത് കൂടുതലായിട്ടും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് പുരുഷന്മാരിലായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലൊക്കെ കിടക്കുകയാണെന്ന് വിചാരിച്ചപ്പോൾ ചിലപ്പോൾ കുട്ടികൾ ആരെങ്കിലും കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വൈഫ് കിടക്കുന്നു, അല്ലെങ്കിൽ അമ്മ കിടക്കുന്നു, അച്ഛൻ കിടക്കുന്നു, അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ സാധാരണ ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത്? ഇമോഷണലി ആയിരിക്കും, എന്ത് പറ്റും, എങ്ങനെ സംഭവിക്കും, ഇനി എന്താവും എന്നൊക്കെ ആയിരിക്കും കൂടുതൽ ചിന്തിക്കുന്നത്. പക്ഷേ ഈ ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ത്രെറ്റനിങ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രെസ്സിനെ ഇവർ ഡൈവേർട്ട് ചെയ്യുന്നത് കൂടുതലായിട്ടും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള തോട്ട്സിന്. ഇപ്പം ഈ ഹോസ്പിറ്റൽ ബില്ല് എങ്ങനെയാവും, അല്ലെങ്കിൽ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിലുള്ള പ്രൊസീജിയർ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ അടുത്ത ഒരു സ്റ്റേജ് എന്താണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം വെന്റിലേറ്ററിലൊക്കെ ആക്കുന്ന ആൾക്കാരാണെങ്കിൽ ചോദിക്കും വെന്റിലേറ്റർ എത്ര നാൾ വെക്കണം, അതിന് ഓരോ ദിവസവും എത്ര എക്സ്പെൻസ് ആവും, ഇങ്ങനെയൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഇമോഷണൽ തോട്ട്സിനെ അവർ കുറച്ച് ഇൻ്റലക്ച്വൽ പ്രോസസ്സിന് വേണ്ടിയിട്ട് സ്ട്രെസ് ഡൈവേർട്ട് ചെയ്യും. അടുത്തൊരു സംഗതിയാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കുള്ള ഏതെങ്കിലും ഒരു വീക്ക്നെസ്സിനെ മറച്ചു വെക്കാനായിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യും. ഇപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു പോരായ്മ ഞാൻ മറ്റുള്ളവരോട് സഹകരിച്ച് കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കും എന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ എനിക്ക് ആൾക്കാരോട് നന്നായിട്ട് ഇടപഴകാൻ അറിയില്ല, നല്ലതായിട്ട് സംസാരിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു നെഗറ്റീവായിട്ട് എൻ്റെ മനസ്സിൽ കാണും. അപ്പോൾ ഒരു പബ്ലിക് ഫംഗ്ഷന് പോവുകയൊക്കെ ആണെങ്കിലോ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് സീരിയസ് ആയിട്ട് ബലം പിടിച്ച് ഒക്കെ എവിടെയെങ്കിലും പോയി ഒതുങ്ങിയിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. അധികം ആരും എൻ്റെ അടുത്തോട്ട് വരല്ലല്ലോ, അടുത്ത് വന്നാലല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഈ ഒരു വീക്ക്നെസ്സിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേറൊരു അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനെ അല്ലെങ്കിൽ ഒരു ബിഹേവിയറിനെ എക്സിബിറ്റ് ചെയ്യും. നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ കിരീട സിനിമയ്ക്കകത്ത് കൊച്ചിൻ ഹനീഫ. ശരിക്കും ഭയമുള്ള ഒരാളാണ്, എല്ലാത്തിനെയും പേടിയുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ ആ ഒരു വീക്ക്നെസ്സിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, കുറച്ച് ബലം പിടിച്ചിട്ട് ഒരു ഗുണ്ടയെ പോലെയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതൊരു പ്രതിരോധ സംവിധാനമാണ്. നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു പോരായ്മ എന്നുള്ള തോന്നലുണ്ടല്ലോ, ആ ഒരു ചിന്തയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് ചെയ്യുന്ന ഒരു പ്രതിരോധ മാർഗമാണത്. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു പ്രതിരോധ മാർഗ്ഗങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമിതമായിട്ട് എല്ലാ കാര്യത്തിലും ഈ ഒരു ഡിഫെൻസ് മെക്കാനിസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ അത് ബാധിക്കും. നമ്മൾ ചെയ്യുന്ന എല്ലാ മിസ്റ്റേക്കും നമ്മൾ മറ്റൊരാളുടെ മേലിൽ ആരോപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലാ ടെൻഷനും നമ്മളിങ്ങനെ വീടടിച്ച് പൊടിക്കാനും കതവ് തല്ലി പൊട്ടിക്കാനും അല്ലെങ്കിൽ ഭാര്യയുമായിട്ടോ ഭർത്താവുമായിട്ടോ ഒക്കെ വഴക്കുണ്ടാക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ ആ ഒരു നോർമൽ ലൈഫിനെ അത് ബാധിക്കുകയാണ്. അപ്പോഴവിടെ നമുക്ക് പേഴ്സണാലിറ്റി പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നമുക്ക് വീണ്ടും സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അൾട്ടിമേറ്റ്ലി ഇതൊരു സൈക്യാട്രിക് പ്രോബ്ലമായി തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. നമ്മുടെ പ്രതിരോധ സംവിധാനമെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അമിതമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സ്വന്തമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.